അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ. പിന്നെ 2 ദിവസമായി വീഡിയോ ചെയ്തിട്ട് പനിയായിരുന്നു. എനിക്ക് നല്ല പനിയായിരുന്നു. എനിക്ക് വെള്ളിയാഴ്ച നോക്കിയതാണ് പനി, കഫക്കെട്ടൊക്കെ. ഇന്നലെ പിന്നെ വെള്ളിയാഴ്ച ഞാൻ ഉച്ചക്ക് പണിയാളെ കഴിഞ്ഞിട്ടൊന്ന് തുറന്നുണ്ട്. പിന്നെ എനിക്ക് തീരെ വയ്യ. ഇന്നും അതേപോലെ തന്നെ രാവിലെ നീച്ച് ചായ കണ്ടാക്കും, ചോറ് ഉണ്ടാക്കിച്ചേക്കും. പിന്നെ വേറെ ഒന്നിനും വയ്യ, നടക്കാനും വയ്യ. അങ്ങനെ ഒരു കഥ. ഇന്നലെ വീണതൊക്കെ അപ്പൊ പനി എത്തിക്കോ കൊച്ചാലും എടുത്താ. ഞാൻ പനിച്ച് തന്നിട്ട് ചെറുതാക്കായാലും കുട്ടിക്കായാലും പോലീസ് വന്നിട്ട് ഇന്നോട് ഉമ്മച്ചിയാ ചെറുക്ക് വർത്താനം പറയും. ഇങ്ങനെ തന്നെ പറയാ. ഒരിക്കലെ ചെറുക്ക് വർത്താനം പറയേ, വർത്താനം പറയും, ചെറുക്ക് തന്നെ പറയും. മുപ്പര് നിങ്ങൾക്ക് ഇവർക്കൊക്കെ സമ്മതം വയ്ക്കുന്നത്. നല്ല വേഗം കൈക്ക് ഭയങ്കര വേദന, നല്ല ചുമ. അതൊക്കെ നമുക്ക് നിൽക്കുമ്പോഴത്തേ നമ്മൾ വിൽക്കാൻ പോണ പോലെ. അങ്ങനെ ഒന്ന് കല്യാണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. 2 ദിവസം രാവിലെ എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കും. അതെന്നെ മൂപ്പര് പിന്നെ എപ്പോഴും വണ്ടി കട്ടാ. മൂപ്പര് എപ്പോഴും വണ്ടി വിടില്ല. അതുകൊണ്ട് അപ്പൊ ഞങ്ങളുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ. ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, ഷെയർ ചെയ്യാ. അങ്ങനെ ഞാനൊന്ന് ഭേദമായിട്ടൊന്ന് നീച്ചപ്പോത്തിന് വീടൊക്കെ ആകെ വൃത്തികേടായി കിടക്കാണ് കേട്ടാ. ഇന്ന് അടിച്ചു വരിയിട്ടൊന്നുമില്ല. രാവിലെ ഒന്നും അടിച്ചു വരിയിട്ടൊന്നുമില്ല. കാക്കപ്പം എന്താ ചെയ്യേണ്ടി വിചാരിച്ചിങ്ങാണ്ട് ആകെ വേജാറിലാണ് കേട്ടാ. കാക്ക് ഞാൻ വയ്യാതായാലും അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ ഇങ്ങനെ നെയ്യായൊന്നും വരില്ല. വരുമ്പോൾ നല്ല കണക്കാക്കി വരും. ഇപ്പം അടുത്തൊന്നും ഞാൻ അങ്ങനെ കിടന്നിട്ട് തിരുമ്പാളതായിട്ടായിരിക്കണത്. അങ്ങനെ അടിച്ചു വരൊക്കെ ചെയ്യാൻ വിചാരിച്ചിങ്ങാണ്ട് വേഗം അടിച്ചു വരി തുടക്കാലോ വിചാരിച്ചിങ്ങാണ്ടാണ് നീക്കണത് തന്നെ. പേരെ കിടക്കാനിട്ട് അടുക്കള ഇതൊക്കെ കിടക്കാനിട്ട്. അങ്ങനെ രാവിലെ ഓട്ടടി കൂടെ ചെത്തിയതാണിട്ട് ഉണ്ടാക്കിയത്. വേഗം ചോറും വെച്ച് വയ്ക്കണ പോലെ ചോറുണ്ടാക്കിയാൽ കറിയില്ലെങ്കിലും കഞ്ഞിയെങ്കിലും കുടിക്കാമല്ലോ. പിന്നെ ചമ്മന്തി അച്ചാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറുന്നാലോ, കഞ്ഞിവെള്ളമെങ്കിലും കുടിക്കാമല്ലോ വിചാരിച്ചെങ്ങാണ്ട് കുട്ടിക്കും എന്തെങ്കിലും കൊടുക്കണ്ടേ. അങ്ങനെ അടിച്ച ഒരാൾക്കെന്നൊക്കെ വിചാരിച്ച് രാവിലെ നിന്നപ്പോൾ തീരെ വയ്ക്കില്ല. അപ്പോൾ കിടന്ന് തല പൊന്തുന്നില്ല. നടക്കുമ്പോൾ തന്നെ പാത്രം തന്നെ ഉണ്ട് കഴുകാൻ. നടക്കുമ്പോൾ തന്നെ കുഴഞ്ഞിടാൻ പോണ പോലെ. അങ്ങനെ പാത്രം കഴുകലും അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് പെരയും കൂടൊക്കെ നല്ല വൃത്തിയുണ്ട് ഇപ്പോൾ കാണാൻ. കാട് വെട്ടി വീടാക്കി എന്ന് പറഞ്ഞ പോലെ ഇതിലട്ട. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അയൽവാസിത്തെ അവർ പിന്നെ ചുരിദാർ അടിക്കാനായിട്ട് വന്ന്. അപ്പം അത് വാങ്ങി വെച്ചിട്ടാ നാളെ അടിച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കണ്ടല്ലോ വിചാരിച്ചെങ്ങാണ്ട് അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കാം. അടിച്ചാൽ തുടക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടാ. തിരുമ്പാളതാണ് ആയിരിക്കുന്നത്. തേങ്ങ ചിരകി വെച്ചിരിക്കണ്. തേങ്ങക്കറി വെക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. ആണ് കോരയാണ് മീൻ. പുളി വെള്ളത്തിയിട്ട് വെച്ചിരിക്കണ്. അപ്പം വേഗം തേങ്ങ കരച്ച് കറിയൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയാകുമ്പോഴത്തേന് അപ്പോൾ അത് നേരെ പാങ്ക് കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പരിപാങ്ക് കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തന്നെ അങ്ങനെ വേഗം മീൻ മുറിച്ച് ഇട്ടുങ്ങാണ്ട് കായം തേച്ച് കറി കാക്കുമ്പോഴത്തേന് വേഗം കറി റെഡി ആയിക്കണം കേട്ടോ. കറി റെഡി ആയിക്കണ്. അപ്പോൾ വേഗം മീനും പൊരിച്ച് വെച്ച് വേഗം കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ 3 ദിവസത്തിന് കഞ്ഞി കൊടുക്കാൻ കേട്ടോ. കഞ്ഞി കൊടുക്കുമ്പോൾ മീൻ കൂട്ടൂല. അവനക്ക് മുള പറ്റുള്ളൂ, അല്ലെങ്കിൽ ചിക്കന്. അപ്പോൾ വേഗം പാവാണ്. എൻ്റെ കുട്ടിക്ക് 2 ദിവസമായി ചിക്കൻ മുളയൊക്കെ പൊരിച്ച് കൊടുത്തത് ഞാൻ. അപ്പോൾ വേഗം കൊണ്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചാനൽ കാണാൻ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ വീണ്ടും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ കൊലൈമെന്നാണ് കേട്ടോ അവനക്ക് ഇഷ്ടം കഞ്ഞി കുടിക്കാൻ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ കണ്ടുവരാം. അസ്സലാമു അലൈക്കും.